തായ്ലൻഡിൽ നിന്ന് വന്യജീവികളെ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ദമ്പതികളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയ്, ഭാര്യ ആര്യമോൾ എന്നിവരാണ് പിടിയിലായത്. 6 വന്യജീവികളെയാണ് ഇവർ കടത്തിയത്. ബക്കാവു തത്ത, 3 മർമോ കുരങ്ങുകൾ, 2 ടാമറിൻ കുരങ്ങുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. ഇവയ്ക്ക് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും. പ്രത്യേക പെട്ടിയിലാക്കിയാണ് ഇവയെ എത്തിച്ചത്. ബീന റാണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബീന, ഈ ദമ്പതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടോ? മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നലെ രാത്രിയാണ് തായ്ലൻഡിൽ നിന്ന് വന്യജീവികളെ കടത്തിക്കൊണ്ടുവന്ന ദമ്പതികളെ കസ്റ്റംസ് പിടികൂടുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 6 വന്യജീവികളെയാണ് ഇവര് കടത്താൻ ശ്രമിച്ചത്. പത്തനംതിട്ട സ്വദേശികളായ ജോബ്സൺ ജോയി, ഭാര്യ ആര്യമോൾ എന്നിവരായിരുന്നു പിടിയിലായത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നെങ്കിലും, ഇത് സ്ഥിരമായി ഇത്തരത്തിൽ കടത്തുന്ന ഏതെങ്കിലും സംഘങ്ങൾ ഉണ്ടോ എന്നും മറ്റും അന്വേഷിച്ചു വരികയാണ്. എന്തായാലും 6 വന്യജീവികളെയാണ് ഇന്നലെ കടത്തിയത്. അതിൽ മക്കാവു തത്ത, 3 മർമോ കുരങ്ങുകൾ, 2 ടാമറിൻ കുരങ്ങുകൾ എന്നിവയാണുള്ളത്. കസ്റ്റംസ് പറയുന്ന അനുസരിച്ച് ഇവയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വന്യജീവികളാണ് ഇത്. പ്രത്യേക പെട്ടിയിലാക്കിയാണ് ഇത് കൊണ്ടുവന്നത്. ഇരുവരും കാരിയർമാരാണെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അനുമാനിക്കുന്നത്. എന്തായാലും പിടിയിലായവരെ, ഇവർ കൊണ്ടുവന്ന ജീവികളെ എല്ലാം വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ തായ്ലൻഡിൽ നിന്ന് വന്യജീവികളെ വ്യാപകമായി കടത്തിക്കൊണ്ടുവന്നതായി നേരത്തെയും പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് 100ഓളം വിഷപ്പാമ്പുകളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് കണക്കെടുത്താൽ തായ്ലൻഡ് ഇന്ത്യ വ്യോമപാതയിൽ ഏതാണ്ട് 7000ഓളം മൃഗങ്ങളെ ഇത്തരത്തിൽ പിടികൂടിയതായി കസ്റ്റംസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സ്വദേശികളെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യാനായി മാറ്റിയിരിക്കുകയാണ്.